ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോ ലെക്ചറിൽ കാണാൻ പോകുന്നത് ഫങ്ഷൻസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എങ്ങനെ അറേസ് പാസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു പാസ് ആൻ വൺ ഡയമെൻഷണൽ അറേ ആസ് ഫങ്ഷൻ പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ഫങ്ഷൻ യൂസ് ചെയ്തല്ല. ഒരു വൺ ഡയമെൻഷണൽ അറേയിലെ ഇൻറ്റിജർ വാല്യൂസിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഫങ്ഷനിൽ അറേ ഡിക്ലെയർ ചെയ്യും, അറേയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്യും, അറേ എലമെൻറ്റ്സ് റീഡ് ചെയ്യും. ദെൻ എനിക്ക് ആ അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്യണം. സം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ സം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ദെൻ അറേ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് ഓർ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ബോഡിയിൽ വെച്ച് ആ അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്തിട്ട് സം റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, അത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ പ്രിൻ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ഞാൻ അറേയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്ത് വേരിയബിൾ എന്നിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്നു വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് അറേ എലമെൻറ്റ്സ് കൂടി റീഡ് ചെയ്യാം. ഓക്കെ, i equal to 0, i equal to 0, I less than n, i plus plus. ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കാൻഎഫ് ആംപർസാൻഡ് a of i. ഓക്കെ, അപ്പോൾ അറേ നമ്മൾ റീഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സം കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇവിടെയല്ല, പകരം ബൈ ഡിഫൈനിങ് എ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. സോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇൻപുട്ടായിട്ട് ഞാൻ അറേ പാസ് ചെയ്ത് കൊടുക്കും. അറേ പാസ് ചെയ്ത് കൊടുത്ത് ഫംഗ്ഷൻ്റെ ബോഡിയിൽ സം കമ്പ്യൂട്ട് ചെയ്യും. സം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമ്മിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇൻറ്റീജർ അറേ ആയതുകൊണ്ട് സം എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും, റിസൾട്ട് ഇൻറ്റീജർ ആയിരിക്കും. സോ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻറ്റീജർ ആണ്. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഫംഗ്ഷൻ നെയിം ആഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഓർ പാരാമീറ്റർ ആയിട്ട് ഞാൻ അറേയാണ് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഞാൻ പാസ് ചെയ്യുന്നത് എ ആയിരിക്കും. അതിനെ റിസീവ് ചെയ്യാൻ ഇവിടെയും നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കാം, രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് തിങ്, ഇവിടുന്ന് പാസ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റർ അറേ ആയതുകൊണ്ട് അതിനെ റിസീവ് ചെയ്യാൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതും ദാറ്റ് ഷുഡ് ബി ആൻ അറേ. ഓക്കെ, ഇതേപോലെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ പാസ് ചെയ്താൽ ആ അറേയിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഡേറ്റ കൂടി ആവശ്യമുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡേറ്റ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ അറേയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടി ഫംഗ്ഷൻ്റെ ബോഡിയിൽ കിട്ടണം, അല്ലേ? സോ ഫംഗ്ഷൻ്റെ അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ സൈസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് n കൂടി പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അറേ മാത്രം പാസ് ചെയ്താൽ പോരാ, അറേയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ വേരിയബിൾ കൂടി പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വേരിയബിളിനെ, ദാറ്റ് ഈസ് ഈ വേരിയബിളിനെ ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഫംഗ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? സം കണ്ടുപിടിക്കാൻ പോകുന്നു. ബി എന്ന് പറയുന്ന അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സം ഈക്വൽ ടു 0, നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള മെത്തേഡാണ്. സം ഈക്വൽ ടു 0 ഡിക്ലെയർ ചെയ്തു. ദെൻ i ഫോർ ഇൻഡെക്സ്, ഇത് രണ്ടും ചെയ്തു. ഓക്കെ, ഇനി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ എന്താണ്, i ഈക്വൽ ടു 0, i ലെസ് ദാൻ നമ്മുടെ കൗണ്ട് n ആണ്. ഇനി ബോഡിയിൽ എന്താണ് സം ഈക്വൽ ടു
സം പ്ലസ് ബി ഓഫ് ഐ. എ അല്ല, ബി ആണ്. കാര്യം ഞാനിവിടെ ഫോർമൽ പാരാമീറ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നെയിം ബി ആണ്, അതുകൊണ്ട് ബി ഓഫ് ഐ. ഓക്കെ, അപ്പോൾ 1 by 1 ഓരോ എലമെൻ്റായിട്ട് ആക്സസ് ചെയ്ത് സം ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും, സമ്മിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ലൂപ്പ് അറേയിലെ ഓരോ എലമെൻസിനെ കംപ്ലീറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടി വേണം ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ n ഇവിടെ ആക്സസിബിൾ ആയിരിക്കില്ല. ആക്സസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് ആർഗ്യുമെന്റ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ വർക്ക് ചെയ്തുള്ളൂ. ഇവിടെ n തന്നെ യൂസ് ചെയ്യണം നിർബന്ധമില്ല, വേരിയബിളിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സം എന്ന് പറയുന്ന വേരിയബിളിൽ എന്താ സം ഓഫ് എലമെൻറ്റ്സ് ഇൻ അറേ കാണും. അടുത്ത് എന്ത് ചെയ്യുക, റിട്ടേൺ വേരിയബിൾ സം. ഓക്കെ, സമ്മിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അറേ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് കോൾ ദാറ്റ് ഫംഗ്ഷൻ. എങ്ങനെയാണ്, ആഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ആർഗ്യുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്താണ്, അറേ ആണ്. അപ്പോൾ അറേയുടെ നെയിം കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ അറേ നെയിം മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറേയുടെ സൈസ്, നമ്പർ ഓഫ് എലമെൻറ്റ്സോ അല്ലെങ്കിൽ ഇൻഡെക്സോ ഒന്നും കൊടുക്കരുത്. ജസ്റ്റ് അറേ നെയിം മാത്രം കൊടുക്കുക, എന്ന് മാത്രം കൊടുക്കുക. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് n. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ കോളിൽ അറേ നെയിം മാത്രമേ കൊടുക്കാവൂ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അറേയുടെ ഡിക്ലറേഷൻ ഇതേപോലെ തന്നെ കൊടുക്കണം. ഓക്കെ, തെറ്റിപ്പോരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ പാസ് ചെയ്യുന്നത് ബിയിലേക്കാണ്, n പാസ് ചെയ്യുന്നത് ഈ എന്നിലേക്ക് തന്നെയാണ്. ഓക്കെ, കോപ്പിയാണ്. അപ്പോൾ പാസ് ചെയ്തു. ദെൻ ഇവിടെ ബിക്കകത്തുള്ള എലമെൻറ്റ്സിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്തു, റിസൾട്ട് സമ്മിൽ സ്റ്റോർ ചെയ്തു, അതിനെ റിട്ടേൺ ചെയ്തു. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്തു. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് എസ്സിൽ വരുന്നത്. അപ്പോൾ അതിന് മെയിൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യാം, അതിന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നു. സം ഇസ് ഈക്വൽ ടു %d, yes. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് അറേ പാസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ദി ലിമിറ്റ്. ഞാനൊരു 5 കൊടുക്കുന്നു. നമ്പേഴ്സ് 1, 3, 5, 7 and 9. Result is 27. ഓക്കെ, 25 കറക്റ്റ് ആണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് സം കമ്പ്യൂട്ട് ചെയ്തു, റിട്ടേൺ ചെയ്തു. അത് വേരിയബിൾ എസ്സിലേക്ക് റിട്ടേൺ ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അറേ ഡിക്ലറേഷൻ ഇങ്ങനെയാണ് കൊടുത്തത് എന്ന് വെച്ചാൽ അറേ നെയിം വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടി സ്പെസിഫൈ ചെയ്തു. ഇത് മസ്റ്റ് അല്ല. വൺ ഡയമെൻഷണൽ അറേയാണ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത് മസ്റ്റ് അല്ല. ഓക്കെ, empty ആയിട്ട് കൊടുത്തിരുന്നാലും മതി, ഇങ്ങനെ കൊടുത്താലും കറക്റ്റാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിരുന്നാൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ പാസ് ചെയ്യുന്ന എ അല്ലേ, അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സിന് വേണ്ടുന്ന മെമ്മറി ഇവിടെ അലോക്കേറ്റ് ആയിക്കോളും, നമ്മൾ അറിയണ്ട. ഓക്കെ, അത്രയും അലോക്കേറ്റ് ആയി വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും, അതല്ല എങ്കിൽ സൈസ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഈ സൈസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ അറേയുടെ സൈസ് തന്നെയാവണം നിർബന്ധമില്ല. ഓക്കെ, വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് അറേ പാസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് എങ്ങനെ 2 ഡയമെൻഷണൽ അറേ പാസ് ചെയ്യാം എന്നുകൂടി നോക്കാം. 2 ഡയമെൻഷണൽ അറേ. ഓക്കെ, അപ്പോൾ ഇതേ പ്രോഗ്രാമിൽ ഞാൻ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഞാനൊരു 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്തു. ദെൻ അതിൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സ്റ്റോർ ചെയ്യാൻ 2 വേരിയബിൾസ് m ആൻഡ് n. ദെൻ i, j, റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും സ്റ്റോർ ചെയ്യാൻ i, j. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. ഓക്കെ, സോ %d ആംപ് m, ആംപ് n. അപ്പോൾ ഇതിനകത്ത് 1 more for loop
for j equal to 0, j less than number of columns j plus plus. അപ്പോൾ ഇവിടെ m ആണ്, നമ്പർ ഓഫ് റോസ് m ആണ്. ഓക്കെ, ആംപർസാൻഡ് ഓഫ് I j. ഓക്കെ, അപ്പോൾ സെയിം തിങ് ആണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 ഡയമെൻഷൻ അറേ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് റീഡ് ചെയ്തു, അതിലെ എലമെൻസിനെ റീഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ 2 ഡയമെൻഷൻ അറേയിലെ എലമെൻസിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, എലമെൻസിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ പോകുന്നു. സോ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് പാസ് ചെയ്യേണ്ടത്? നമ്മുടെ 2 ഡയമെൻഷൻ അറേ പാസ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വേറെ വേണ്ടത് ആ അറേയുടെ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് കൂടി പാസ് ചെയ്യണം. ഇത് രണ്ടും കൂടി പാസ് ചെയ്തേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 1 ഡയമെൻഷൻ അറേയുടെ കേസിലായിരുന്നെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതേ ഉള്ളായിരുന്നു. സോ അത് പാസ് ചെയ്തു. ഇവിടെ നമുക്ക് അറേയിലെ കംപ്ലീറ്റ് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് വേണം. സോ എമ്മും എന്നും കൂടി ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഈ ഓർഡറിൽ തന്നെ വേണം നിർബന്ധമില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും പാസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫംഗ്ഷൻ്റെ ബോഡിയിൽ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ അറേയിലെ കംപ്ലീറ്റ് എലമെൻറ്റ്സിനെയും ആക്സസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഫോർ j equal to 0, j less than n, j plus plus, ഇവിടെ നമ്പർ ഓഫ് റോസ് ആണ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഒരേ ഒരു ലൂപ്സിൻ്റെ ബോഡിയിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ബി ഓഫ് I j. ഓക്കെ, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 2 ഡയമെൻഷൻ അറേയിലെ കംപ്ലീറ്റ് റോ വൈസ് കംപ്ലീറ്റ് എലമെൻറ്റ്സിൻ്റെ സം കമ്പ്യൂട്ട് ചെയ്തു. ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ വേരിയബിൾ സം. ഓക്കെ, സമ്മിൽ സ്റ്റോർ ചെയ്തു. ഇനി റിട്ടേൺ സം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം പഠിച്ച പോലെ 1 ഡയമെൻഷനിൽ പഠിച്ച പോലെ അവിടുന്ന് പാസ് ചെയ്യുന്ന ഡേറ്റ റിസീവ് ചെയ്യാൻ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, ഫസ്റ്റ് പാരാമീറ്റർ ഈസ് ഡിക്ലറേഷൻ ഓഫ് എ 2 ഡയമെൻഷണൽ ഇൻറ്റീജർ അറേ. സൈസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റീജർ വേരിയബിൾസ്. എന്തിനാണ്? നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് പാസ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷനിൽ വരുവാണെങ്കിൽ ഇവിടെ എന്നും റീഡ് ചെയ്തു, ദെൻ അറേയിലെ എലമെൻറ്റ്സിനെയും റീഡ് ചെയ്ത് വെച്ചു. ഇനി എന്താണ് വേണ്ടത്? ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നേരത്തെ എങ്ങനെ കോൾ ചെയ്തോ അതേപോലെ. ഓക്കെ, എസ് ഈക്വൽ ടു ആഡ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് 2 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ. അതിൻ്റെ നെയിം മാത്രം കൊടുക്കുക, ബ്രാക്കറ്റിൽ സൈസോ ഒന്നും കൊടുക്കരുത്. ഓക്കെ, അടുത്തത് എം ആൻഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് വന്നു, ഇവിടെ വന്നു, ഫുൾ പ്രോസസ്സ് ചെയ്തു, സം കമ്പ്യൂട്ട് ചെയ്തു, ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തു, ദെൻ റിട്ടേൺ യൂസ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്തു. ആ റിസൾട്ട് തിരിച്ച് എസിലും സ്റ്റോർ ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ലിമിറ്റ്സ് ഞാനൊരു 2/2 കൊടുക്കുന്നു. 2 and 2. ഓക്കെ, എൻ്റർ ദി എലമെൻറ്റ്സ് ആണ് അടുത്തത്. ഞാൻ മെസ്സേജ് കൊടുത്തില്ല. 1 2 3 4. സം ഈസ് 10. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇതാണ് 1 and 2 ആണ് ഫസ്റ്റ് റോയിലെ 2 എലമെൻറ്റ്സ്, 3 4 ആണ് സെക്കൻഡ് റോയിലെ 2 എലമെൻറ്റ്സ്. അതിനെ രണ്ടും ആഡ് ചെയ്തു, സം 10 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 ഡയമെൻഷൻ അറേ പാസ് ചെയ്യുന്നത്. ഇനി 1 മോർ മെത്തേഡ്. നമ്മൾ 1 ഡയമെൻഷനിൽ പറഞ്ഞായിരുന്നു ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിൽ ഫംഗ്ഷൻ ഹെഡറിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. ഓക്കെ, ഇനി പാസ് ചെയ്യുന്നത് 2 ഡയമെൻഷൻ അറേ ആണ് എന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കാം, 2 സൈസും കൊടുക്കാം, കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് നമുക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് റോസ് ഇവിടെ കൊടുക്കണം എന്ന് മസ്റ്റ് അല്ല, നമ്പർ ഓഫ് കോളംസ് മാത്രം കൊടുത്താലും മതി. ഓക്കെ, ഇതിപ്പം ഏത് ഡയമെൻഷനിലുള്ള അറേസ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പഠിക്കുന്ന 2 ഡയമെൻഷനിൽ വരെയുള്ളൂ, 3 ഡയമെൻഷനിൽ ആണെങ്കിലും ഏത് ഡയമെൻഷനിലുള്ള അറേസ് ആണെന്നുണ്ടെങ്കിലും ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് ആ അറേ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഫംഗ്ഷൻ ഹെഡറിൽ ഈ ഡയമെൻഷൻസ് കൊടുക്കുമ്പോൾ ലാസ്റ്റ് വൺ മാത്രം കൊടുത്താൽ മതി, സ്പെസിഫൈ ചെയ്താൽ മതി. അതിന് മുമ്പുള്ള ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താലും കുഴപ്പമില്ല, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റോസ് നമുക്ക് ഒമിറ്റ് ചെയ്യാം, നമ്പർ ഓഫ് കോളംസ് മാത്രം കൊടുത്താൽ മതി, കറക്റ്റാണ്, വർക്ക് ചെയ്യും. ബട്ട്
തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ഇറ്റ്സ് റോങ്. ഓക്കെ, റോ സൈസ് സ്പെസിഫൈ ചെയ്തു, കോളം സൈസ് കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്താൽ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പാസ് ചെയ്യാം. രണ്ട് രീതിയിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമുക്ക് അറേ ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. അത് സോർട്ടിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഇൻറ്റിജർ അറേയുടെ സോർട്ടിംഗ് ബബിൾ സോർട്ട് അൽഗോരിതം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം തിങ് ബൈ യൂസിങ് ഫംഗ്ഷൻ നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ പോകും. ഓക്കെ, ബബിൾ സോർട്ട് യൂസിങ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ അറേയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്യും, അറേയുടെ എലമെൻറ്റ്സും റീഡ് ചെയ്യും. ദെൻ സോർട്ട് ചെയ്യാനായിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ ബോഡിയിൽ സോർട്ട് ചെയ്യും. ഓക്കെ, I equal to 0, I less than n, I plus plus, and d of I. ഓക്കെ, അപ്പോൾ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്തു. ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അറേയിലെ എലമെൻറ്റ്സിനെ റീഡ് ചെയ്തു. ഇനി നമ്മൾ സോർട്ട് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. സമ്മല്ല, സോർട്ട് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ നെയിം ഞാനൊന്ന് മാറ്റുന്നു. ഇറ്റ് ഈസ് സോർട്ട് ഫംഗ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഈസ് വോയിഡ്. വോയിഡ് എന്താണെന്ന് വഴിയെ പറയാം. കാര്യം സോർട്ടിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോർട്ടഡ് അറേയാണ്. അപ്പോൾ നമുക്കൊരു അറേ ഫംഗ്ഷൻ്റെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വോയിഡ് എന്ന് സെറ്റ് ചെയ്തു. ദെൻ ബി ആണ് ഞാൻ അറേ നെയിം കൊടുത്തേക്കുന്നത്. സോർട്ടാണ് ഫംഗ്ഷൻ നെയിം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് അറേ, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, പിന്നെ എന്താണ്? സോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഐയും ജെയും ഡിക്ലെയർ ചെയ്തു. പിന്നെന്താണ്? ഒരു ടെമ്പററി വേരിയബിൾ വേണം, കെ. ഓക്കെ, ഇനി ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. എൻ മൈനസ് മൈനസ് ഐ ആണ് പെർഫെക്റ്റ്. ഇതിനകത്ത് എങ്ങനെയായിരുന്നു? ഇഫ് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 ആണെങ്കിൽ സ്വാപ്പ് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ സോർട്ടിംഗ് ആണ്. സോ സ്വാപ്പ് ചെയ്യാം. അപ്പോൾ സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഓഫ് ജെയും എ ഓഫ് ജെ പ്ലസ് 1ഉം കെയിലേക്ക് ഒരെണ്ണത്തിന് സ്റ്റോർ ചെയ്യുക. കെ ഈസ് ഈക്വൽ ടു എ ഓഫ് ജെ അല്ലെങ്കിൽ എ ഓഫ് ജെ പ്ലസ് 1. ദെൻ എ ഓഫ് j is equal to a of j plus 1. അടുത്തത് a of j plus 1 equal to k. ഓക്കെ, ഇപ്പോൾ സ്വാപ്പ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഫോർ ലൂപ്പും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അറേ ഫുള്ള് സോർട്ടഡ് ആയി കാണും. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ രണ്ട് ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറേ ഫുള്ള് സോർട്ടഡ് ആയി കാണും. ഓക്കെ, കെ ഈക്വൽ ടു എഫ് ജെ ഈക്വൽ ടു എഫ് ജെ പ്ലസ് 1, എഫ് ജെ പ്ലസ് 1 ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്ക് ചെയ്തപ്പോൾ അറേ സോർട്ടഡ് ആയി. ബി എന്ന് പറയുന്ന അറേ സോർട്ടഡ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ബി പ്രിന്റ് ചെയ്ത് നോക്കിയാൽ, ബിയിലെ കണ്ടന്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ സോർട്ടഡ് അറേ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഞാൻ അവിടെ പ്രിന്റ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഇവിടെയാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്? ജസ്റ്റ് സോർട്ട് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് അറേ നെയിം, സെക്കൻഡ് ആർഗ്യുമെന്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫോർ ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ, ഐ പ്ലസ് പ്ലസ്. ഈ ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഞാൻ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, %d സ്പേസ് എ ഓഫ് ഐ പ്രിൻ്റ് ചെയ്യുന്നു. എ ഓഫ് ഐ. ഓക്കെ, ഐയും ജിയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കെയും ഉണ്ട്. ഓക്കെ, ഒന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. മെയിൻ ഫംഗ്ഷൻ അറേ ഡിക്ലെയർ ചെയ്തു, n നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഐ ഫോർ ഇൻഡെക്സ്. n നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്തു. ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അറേയിലെ എലമെൻറ്റ്സിനെ ഫുൾ റീഡ് ചെയ്തു. ദെൻ ആ അറേ സോർട്ട് ചെയ്യാൻ സോർട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എയും എന്നും പാസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? നേരെ ഇവിടെ വരും, എ ബിയിലേക്ക് അസൈൻ ആവും,
എന്നിലേക്ക് n അസൈൻ ആവും. ദെൻ ഇവിടെ ഈ രണ്ട് ഫോർ ലൂപ്പ്, ദാറ്റ് ഈസ് ബബിൾ സോർട്ടിൻ്റെ ഫോർ ലൂപ്പ് രണ്ട് യൂസ് ചെയ്തിട്ട് ഈ അറേ സോർട്ട് ചെയ്തു. ഓക്കെ, അസെൻഡിങ് ഔട്ട് സോർട്ട് ചെയ്തു. ദെൻ ഇവിടെ പ്രിൻറ്റ് ചെയ്തില്ല, റിട്ടേണും ചെയ്തില്ല, ഡയറക്റ്റ്ലി തിരിച്ചിങ്ങി പോരുന്നു. എന്നിട്ട് ഇവിടെ എ പ്രിൻറ്റ് ചെയ്ത് നോക്കി, എയുടെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എററാണല്ലോ. എ അൺഡിക്ലെയർഡ്. ഈ ഫംഗ്ഷൻ്റെ ബോഡിയിൽ യൂസ് ചെയ്തേക്കുന്ന അറേനെയും എ ആണ്, അത് എ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ബി. ഓക്കെ, ബി ആണ്. ഓക്കെ, എൻ്റെ അത് ലിമിറ്റ് ഞാൻ ഒരു 6 കൊടുത്തു. എലമെൻറ്റ്സ് ഞാനൊരു 20, 10, 30, 15, ഒരു 2 and 29. ഓക്കെ, ഇത്രയും എലമെൻറ്റ്സ് 6 എലമെൻറ്റ്സ് കൊടുത്തു, സോർട്ടഡ് ആയി. 2, 10, 15, 20, 30, 89. ഓക്കെ, കറക്റ്റ് ആണല്ലോ, സോർട്ടഡ് അറേയാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തത് അറേയാണ്. അറേയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നും ആണ് പാസ് ചെയ്തത്. ഓക്കെ, ഫംഗ്ഷൻ്റെ ബോഡിയിൽ പോയി അതിനെ റിസീവ് ചെയ്തത് ബിയിലാണ്. ബി ആണ് ഇവിടെ സോർട്ട് ചെയ്തത്. ഓക്കെ, ബിയുടെ കണ്ടൻ്റാണ് നമ്മളിവിടെ സോർട്ട് ചെയ്തത്. ബിയിലെ കണ്ടൻറ്റ് ഇവിടെ സോർട്ട് ചെയ്തിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്തിട്ടില്ല. ബിയിൽ റിസൾട്ട് അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുമില്ല. തിരിച്ചിവിടെ വന്നിട്ട് മെയിൻ ഫംഗ്ഷനിൽ വന്ന് എ ആണ് പ്രിൻറ്റ് ചെയ്തത്. എ പ്രിൻറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒറിജിനൽ അറേയാണ് സോർട്ടഡ് ആയത് അല്ലേ? എയുടെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ എന്തായിരുന്നു പ്രിൻ്റ് ആയത്? സോർട്ടഡ് അറേയാണ് പ്രിൻ്റ് ആയത് അല്ലേ? വേണ്ടേ, സോർട്ടഡ് അറേയാണ് പ്രിൻ്റ് ആയത്. അതിൻ്റെ മീനിങ് എന്താ? ഒറിജിനൽ അറേ സോർട്ടഡ് ആയി എന്ന് വെച്ചാൽ എ സോർട്ടഡ് ആയി അല്ലേ? അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നോർമൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ പോയിന്റേഴ്സോ അഡ്രസ്സോ യൂസ് ചെയ്ത നോർമൽ വേരിയബിൾസ് ആണ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഈ ഫോർമൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് മോഡിഫൈ ചെയ്താലും അത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരുപാട് എക്സാമ്പിൾസും ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന നോർമൽ വേരിയബിൾസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ആക്ച്വൽ ഡേറ്റ അഫക്റ്റ് ചെയ്യില്ല. കാര്യം രണ്ടിന് സെപ്പറേറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല വർക്ക് ചെയ്തത്. ഇവിടെ ഫംഗ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ ബി എന്ന് പറയുന്ന അറേ സോർട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്ച്വൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത ഓർ മെയിൻ ഫംഗ്ഷനിലെ എ എന്ന് പറയുന്ന അറേ സോർട്ടഡ് ആയി. ബിയിൽ നമ്മൾ എന്ത് ചെയ്തോ അത് എ ആണ് അഫക്റ്റ് ചെയ്തത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതും ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് ആണ്. ഓക്കെ, കോൾ ബൈ റെഫറൻസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന എന്താണ്? അഡ്രസ് ഓഫ് ആക്ച്വൽ ഡേറ്റയാണ്. അഡ്രസ് ഓഫ് വേരിയബിൾസ് ആയിരുന്നു പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ് അല്ലല്ലോ ശരിക്കും പാസ് ചെയ്തിരിക്കുന്നത്, ചുമ്മാ വേരിയബിൾ നെയിംസ് അല്ലേ കൊടുത്തിരിക്കുന്നത്, അറേ നെയിമും എന്നും അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിയിൽ അറേ നെയിം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പോയിന്റർ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പോയിന്റർ. ഓക്കെ, അപ്പോൾ എ ഒരു ഇൻറ്റീജർ അറേ ആണെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 20 ഇൻറ്റീജർ വാല്യൂസിന് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത്, ആ മെമ്മറി ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് എലമെൻ്റ് അഡ്രസ് എന്ന് പറയുന്നത് വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് വേരിയബിൾ എ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പോയിന്റർ. അഡ്രസ്സിന് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോയിന്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എയിലുള്ള എന്താണ്? ഈ 20 എലമെൻറ്റ്സിന് സ്റ്റോർ ചെയ്യാനുള്ള സീക്വൻസ് ഓഫ് മെമ്മറി, ആ മെമ്മറി ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ശരിക്കും എയിലുള്ളത്. അപ്പോൾ എ പോയിന്റർ ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് എ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എ പാസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനകത്ത് ഇരിക്കുന്ന അഡ്രസ്സ് അല്ലേ, ആ അഡ്രസ്സാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ശരിക്കും ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നതും ഈ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ബിയിൽ വരുന്നത് ശരിക്കും എന്താണ്? എയുടെ അഡ്രസ്സാണ്. എന്ന് പറയുന്ന അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ബിയിൽ വരുന്നത്. അല്ലാതെ ഇവിടെ ബിക്ക് വേണ്ടി സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് 20 എലമെൻറ്റ്സിന് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് എയിലെ കണ്ടന്റ് ഫുള്ള് ബിയിലേക്ക് കോപ്പി ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂവിൽ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. അഡ്രസ്സാണ് ഇവിടേക്ക് കോപ്പി ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബി ഓഫ് ജെയും ബി ഓഫ് ജെ പ്ലസ് 1 സ്വാപ്പ് ചെയ്യാൻ നോക്കിയാൽ ശരിക്കും നടക്കുന്ന എന്താണ്? എ ഓഫ് ജെയും എ ഓഫ് ജെ പ്ലസ് 1 മാറുന്നത്. കാര്യം അഡ്രസ്സ് യൂസ് ചെയ്താണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അറേ ആയതുകൊണ്ട് അഡ്രസ്സിൻ്റെ നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ ആണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫംഗ്ഷൻ കോൾഡ് ബൈ എ റെഫറൻസ്. ഓക്കെ, അപ്പോൾ ആ അറേയിൽ നമ്മൾ ഫംഗ്ഷൻ്റെ ബോഡിയിൽ വെച്ച് എന്ത് മോഡിഫിക്കേഷൻസ് വരുത്തിയാലും അത് ആക്ച്വൽ അറേയെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും റിസൾട്ട് അറേ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ പാസ് ചെയ്ത് കൊടുത്തു. ആ അറേയിൽ ഇവിടെ സോർട്ട് പെർഫോം ചെയ്തപ്പോൾ ആക്ച്വൽ അറേ സോർട്ടഡ് ആയി. പിന്നീട് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ബോഡിയിൽ നിന്ന് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അറേ റിട്ടേൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നോർമലി ഇതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയിരിക്കണം. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫംഗ്ഷൻ കോൾഡ് ബൈ എ റെഫറൻസ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ബോഡിയിൽ വെച്ച് പാസ് ചെയ്യുന്ന അറേയിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും ദാറ്റ് വിൽ അഫക്റ്റ് ദി ഒറിജിനൽ ഡേറ്റ, ഒറിജിനൽ അറേ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് അറേ പാസ് ചെയ്യുന്നത് ഇത്രയും ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ലെക്ചറിൽ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.